കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കുതിരാൻ ഇരട്ട തുരങ്കമുഖത്ത് മണ്ണിടിച്ചിൽ നിരീക്ഷണം തുടരുന്നതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി OJ ജനീഷ്. നിർധന കുടുംബത്തെ ഉജ്ജീവൻ മൈക്രോ ഫിനാൻസ് ഉദ്യോഗസ്ഥർ പോലീസുമായെത്തി രാത്രി തെരുവിലേക്ക് ഇറക്കിവിട്ടതായി പരാതി. മുണ്ടത്തിക്കോട് ഗാന്ധിനഗർ സ്വദേശി കുന്നത്തുള്ളി ദാസിനെയും കുടുംബത്തെയുമാണ് മഴയത്ത് തെരുവിലേക്ക് ഇറക്കിവിട്ടത്. കളക്ടറോട് റിപ്പോർട്ട് തേടി മന്ത്രി. വേലൂർ വില്ലേജ് ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്കെത്തുന്നവരെ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കുന്നതായി പരാതി. രേഖകൾ ലഭിക്കുന്നതിനായി മാസങ്ങളോളം വില്ലേജ് ഓഫീസ് കയറിയിറങ്ങേണ്ട ഗതികേടിൽ ഗുണഭോക്താക്കൾ. കുന്നംകുളം ചെറുവത്തൂരിൽ ബസ്സിടിച്ച് 2 പേർ മരിച്ച സംഭവത്തിൽ ഡ്രൈവർ സ്റ്റേഷനിൽ കീഴടങ്ങി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ പ്രദേശവാസികളെയും യാത്രക്കാരെയും ആശങ്കയിലാഴ്ത്തുന്നു. വാടാനപ്പള്ളി പൊക്കഞ്ചേരി പ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷം. ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ചു. തളിക്കുളം ഇടശ്ശേരി സുനാമി ഉന്നതിയും കളക്ടർ സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. കുതിരാൻ തുരങ്കത്തിന്റെ മുകളിൽ നേരിയ തോതിൽ മണ്ണിടിച്ചിൽ. തൃശൂർ ഭാഗത്തു നിന്നുള്ള പ്രവേശന കവാടത്തിന് സമീപം തുരങ്കമുഖത്തിന് മുകളിലായാണ് നേരിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. നേരിയ തോതിൽ മാത്രമാണ് മണ്ണിടിഞ്ഞതെന്നും നിലവിൽ തുരങ്കത്തിനോ ഗതാഗതത്തിനോ ഭീഷണിയില്ലെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മന്ത്രി OJ ജനീഷ്, MLA K രാജൻ എന്നിവർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. തുരങ്കത്തിന് മുകളിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘം പരിശോധനാ സംഘത്തിൽ ഉൾപ്പെടുത്തുമെന്ന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ പറഞ്ഞു. നിലവിൽ കുതിരാൻ തുരങ്കത്തിലൂടെയുള്ള ഗതാഗതം നിരോധിക്കില്ല. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. കുതിരാനിലെ മണ്ണിടിച്ചിലിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി OJ ജനീഷ്. സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഹൈവേ പട്രോളിംഗ് സംഘം ഉടൻ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഉന്നതതല പരിശോധനയ്ക്ക് ശേഷം ആവശ്യമെങ്കിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിർധന കുടുംബത്തെ ഉജ്ജീവൻ മൈക്രോ ഫിനാൻസ് പോലീസുമായെത്തി രാത്രി തെരുവിലേക്ക് ഇറക്കിവിട്ടതായി പരാതി. മുണ്ടത്തിക്കോട് ഗാന്ധിനഗർ സ്വദേശി കുന്നത്തുള്ളി ദാസിനെയും കുടുംബത്തെയുമാണ് മഴയത്ത് തെരുവിലേക്ക് ഇറക്കിവിട്ടത്. അതേസമയം സംഭവത്തെക്കുറിച്ച് മന്ത്രി OJ ജനീഷ് ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി. മുൻകൂട്ടി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വീട്ടുപകരണങ്ങൾ പോലും പുറത്തെടുക്കാൻ അനുവദിക്കാതെയാണ് ഉജ്ജീവൻ മൈക്രോ ഫിനാൻസ് പോലീസുമായി എത്തി വീട് അടച്ചുപൂട്ടി സീൽ ചെയ്തത്. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയും കാറ്റും വകവയ്ക്കാതെയാണ് അധികൃതർ വീട് അടച്ചുപൂട്ടി സീൽ വെച്ചത്. മരുന്നുകളും നിത്യോപയോഗ സാധനങ്ങളും വസ്ത്രങ്ങൾ പോലും വീട്ടിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ കനത്ത മഴയത്ത് അടച്ചുപൂട്ടിയ സ്വന്തം വീടിന്റെ ഉമ്മറത്തെ തറയിൽ കിടന്നാണ് ഈ കുടുംബം രാത്രി തള്ളി നീക്കിയത്. 2022 മകളുടെ വിവാഹ ആവശ്യത്തിനായാണ് ദാസ് ഉജ്ജീവൻ മൈക്രോ ഫിനാൻസിൽ നിന്ന് 7.5 ലക്ഷം രൂപ വായ്പയെടുത്തത്. തുടർന്ന് 3 വർഷത്തോളം കൃത്യമായി തിരിച്ചടവ് നടത്തി. എന്നാൽ ഇതിനിടയിൽ ദാസിന് ഗുരുതരമായ രോഗം ബാധിക്കുകയും രണ്ടാമത്തെ മകളുടെ വിവാഹം നടക്കുകയും ചെയ്തതോടെ കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. ഇതോടെ തിരിച്ചടവ് മുടങ്ങുകയായിരുന്നു. മുൻപ് 2 തവണ ബാങ്ക് ജീവനക്കാർ ജപ്തിക്കായി എത്തിയിരുന്നെങ്കിലും വാർഡ് കൌൺസിലർ രമണി പ്രേമദാസൻ, മുൻ കൌൺസിലർ അജിത് കുമാർ എന്നിവരുടെയും നാട്ടുകാരുടെയും ഇടപെടലിനെ തുടർന്ന് ജപ്തി നടപടികളിൽ നിന്ന് പിന്മാറുകയായിരുന്നു. തുടർന്ന് ഒറ്റത്തീർപ്പെന്ന പേരിൽ 7 ലക്ഷം രൂപ അടച്ചുകഴിഞ്ഞാൽ ജപ്തി ഒഴിവാക്കാമെന്ന് പറയുകയും പണവുമായി ചെന്നപ്പോൾ ലോൺ അവസാനിപ്പിക്കാൻ ബാങ്ക് ജീവനക്കാർ നൽകിയില്ലെന്നും ലോൺ അവസാനിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപയാണ് ബാങ്ക് ആവശ്യപ്പെട്ടതായും കുടുംബം പറയുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് പോലീസുമായി എത്തി വീട് പൂട്ടി സീൽ ചെയ്ത ബാങ്ക് നടപടിക്കെതിരെ പ്രദേശവാസികൾക്കിടയിൽ വ്യാപക പ്രതിഷേധമുയർന്നിട്ടുണ്ട്. ഈ നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാരും ജനപ്രതിനിധികളും. TCV ന്യൂസ്, വടക്കാഞ്ചേരി. വേലൂർ വില്ലേജ് ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്കെത്തുന്നവരെ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കുന്നതായി പരാതി. രേഖകൾ ലഭിക്കുന്നതിനായി മാസങ്ങളോളം വില്ലേജ് ഓഫീസ് കയറിയിറങ്ങേണ്ട ഗതികേടിലാണ് ഗുണഭോക്താക്കൾ. വിരമിച്ച സൈനികനായ വേലൂർ എടക്കളത്തൂർ ജോൺസൺ തന്റെ അമ്മയുടെ പേരിലുള്ള സ്ഥലത്തിന്റെ തണ്ടപ്പേര് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി 10 തവണയാണ് വില്ലേജ് ഓഫീസ് കയറിയിറങ്ങിയത്.
2 ദിവസത്തിനുള്ളിൽ നൽകാവുന്ന സർട്ടിഫിക്കറ്റിനായി 2.5 മാസത്തോളം കാത്തിരിക്കേണ്ടി വന്നു. മെയ് 15 അപേക്ഷ കൊടുത്തു. അവർ പറഞ്ഞ എല്ലാ ഡോക്യുമെന്റ്സും കൊടുത്തു. അവർ സ്ഥലം കാണാൻ വേണ്ടി വരികയും ചെയ്തു. വീണ്ടും അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞു ഒരാളും കൂടി കാണണം എന്ന് പറഞ്ഞു. അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ വീണ്ടും വന്ന് കണ്ടു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൊത്തം 1.5 മാസമായപ്പോൾ അവർ വീണ്ടും ഒരാളും കൂടി കാണണം. അപ്പൊ മെയ് 15 കൊടുത്ത് ജൂൺ 23 വരെ നമുക്ക് ഈ കടലാസ് തന്നിട്ടുമില്ല. അവർ പറഞ്ഞ എല്ലാ ഡോക്യുമെന്റ്സും മേടിച്ചു വെച്ചു. അവസാനം അവർ എനിക്ക് തന്നതാണ്. ഇത് തരാൻ നിർവാഹമില്ല, കമ്പ്യൂട്ടർ ഡാറ്റാബേസിൽ ഇല്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ തന്നത്. മെയ് 15 ജോൺസൺ വില്ലേജ് ഓഫീസിൽ ചെന്ന് തണ്ടപ്പേര് സർട്ടിഫിക്കറ്റിനായി അപേക്ഷ നൽകിയത്. സ്ഥലം നേരിൽ കണ്ട് പരിശോധിക്കണമെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥർ ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. സ്ഥലം കാണിച്ചതിന് ശേഷം വീണ്ടും സർട്ടിഫിക്കറ്റിനായി എത്തിയപ്പോൾ അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർക്കും സ്ഥലം പരിശോധിക്കണമെന്നായി. സർട്ടിഫിക്കറ്റിനായി ഇത്തരത്തിൽ 10 തവണ വില്ലേജ് ഓഫീസ് കയറിയിറങ്ങേണ്ടി വന്നുവെന്ന് ജോൺസൺ പറയുന്നു. മൊത്തം 13 തവണ എന്നെ ഈ വില്ലേജ് ഓഫീസിലേക്ക് നടത്തിച്ചു. ഞാൻ പട്ടാളത്തു നിന്ന് വന്ന് കാലൊടിഞ്ഞ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് കോണി കയറാനും ഇറങ്ങാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. ഇത് അപ്സ്റ്റെയറിലാണ് ഈ വില്ലേജ് ഓഫീസ്. അപ്പൊ ഞാൻ ഒരിക്കൽ ഈ അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസറോട് ഞാൻ സംസാരിച്ചു, എനിക്ക് കാലിന് പ്രശ്നമുണ്ട്, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ആളാണ്, ഇത് നിങ്ങൾ ഏതെങ്കിലും തരുണ്ടെങ്കിൽ തരിക, അല്ലെങ്കിൽ ഫോൺ ചെയ്ത് പറയാം, എന്തെങ്കിലും സൗകര്യമാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് കാലിന് അസുഖമുള്ളതൊക്കെ ഹോസ്പിറ്റലിൽ, ഇവിടെ വില്ലേജ് ഓഫീസാണ് ഇത് എന്ന് പറഞ്ഞ ഒരു പുച്ഛത്തിൽ കളിയാക്കുന്ന രീതിയാണ് വന്നത്. അങ്ങനെ വലിയ വിഷമമായിരുന്നു എനിക്ക്. പൊറുതിമുട്ടിയ ജോൺസൺ വില്ലേജ് ഓഫീസിൽ കുത്തിയിരിപ്പ് നടത്തി. ഇതിന്റെ വൈരാഗ്യത്തിൽ വില്ലേജ് അസിസ്റ്റന്റ് ഓഫീസർ വീണ്ടും ജോൺസനെ മടക്കി അയച്ചു. തുടർന്നാണ് ജോൺസൺ കുന്നംകുളം തഹസീൽദാരെ നേരിൽ കണ്ട് കാര്യമറിയിച്ചത്. രേഖകൾ പരിശോധിച്ചതിനു ശേഷം തഹസീൽദാർ വില്ലേജ് ഓഫീസർക്ക് കത്ത് നൽകിയതോടെയാണ് ജോൺസന് സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. അതിനും ഒരാഴ്ച സമയമെടുത്തു. മെയ് 15 അപേക്ഷ നൽകിയിട്ട് സർട്ടിഫിക്കറ്റ് ലഭിച്ചത് ഓഗസ്റ്റ് 4 കാർഗിൽ ഉൾപ്പെടെയുള്ള യുദ്ധങ്ങളിൽ രാജ്യത്തിനു വേണ്ടി പോരാടിയ ഒരു മുൻ സൈനികനാണ് ഈ രീതിയിൽ സർക്കാർ സംവിധാനങ്ങളോട് യുദ്ധം ചെയ്യേണ്ടി വന്നത്. TCV ന്യൂസ്, എരുമപ്പെട്ടി. കുന്നംകുളം ബസ് അപകടത്തിനിടയാക്കിയ ഡ്രൈവർ സ്റ്റേഷനിൽ കീഴടങ്ങി. കേച്ചേരി സ്വദേശി അബ്ദുൾ സലാമാണ് ബസ് ഓടിച്ചിരുന്നത്. ബോധപൂർവമല്ലാത്ത നരഹത്യ, അശ്രദ്ധവും അമിത വേഗതയിലുമുള്ള ഡ്രൈവിംഗ് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ബസ് ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽ 2 പേർ മരണപ്പെട്ടിരുന്നു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ പ്രദേശവാസികളെയും യാത്രക്കാരെയും ആശങ്കയിലാഴ്ത്തുന്നു. കഴിഞ്ഞ 2 മാസത്തിനിടെ ഈ പാതയിൽ ജീവൻ നഷ്ടമായത് 5 പേർക്കാണ്. റോഡ് നവീകരണം പൂർത്തിയായിട്ടും സീബ്ര ക്രോസിംഗ്, മുന്നറിയിപ്പ് ബോർഡുകൾ, വേഗനിയന്ത്രണ സംവിധാനങ്ങൾ, CCTV ക്യാമറകൾ, രാത്രികാല സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവ ഒരുക്കാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. കേച്ചേരി, ചൂണ്ടൽ, അക്കിക്കാവ് കോളേജ്, പെരുമ്പിലാവ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ സിഗ്നൽ ലൈറ്റുകൾ മാസങ്ങളായി പ്രവർത്തനരഹിതമാണ്. സംസ്ഥാന പാതയിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന റൂട്ടുകളിലൊന്നാണിത്. സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ വഴിമധ്യേ ഉണ്ടാകുന്ന സമയനഷ്ടം നികത്താൻ അമിത വേഗത്തിൽ സഞ്ചരിക്കുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നു. ചില വാഹനങ്ങളിലെ സ്പീഡ് ഗവർണറുകൾ ശരിയായി പ്രവർത്തിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. തുടർച്ചയായ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന പാതയിൽ അമിതവേഗം നിയന്ത്രിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും പരിശോധനകൾ ശക്തമാക്കണമെന്ന് നാട്ടുകാരും യാത്രക്കാരും ആവശ്യപ്പെടുന്നു. TCV ന്യൂസ്, കുന്നംകുളം. കടലാക്രമണം രൂക്ഷമായ വാടാനപ്പള്ളി, പൊക്കാഞ്ചേരി പ്രദേശങ്ങളിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. മുൻപ് പ്രദേശത്ത് ജിയോ ബാഗുകൾ സ്ഥാപിക്കുന്നതിനാണ് അനുമതി നൽകിയിരുന്നതെന്ന് കളക്ടർ അറിയിച്ചു. എന്നാൽ കടലാക്രമണം ഫലപ്രദമായി തടയുന്നതിന് ജിയോ ബാഗുകൾക്ക് പകരം കരിങ്കല്ല് ഉപയോഗിച്ച് കടൽഭിത്തി കെട്ടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഈ വിഷയത്തിൽ ജലസേചന വകുപ്പ് തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് സർക്കാരിന്റെ അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ടെന്നും സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നും കളക്ടർ പറഞ്ഞു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ്, വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ തുടങ്ങിയവർ കളക്ടർക്കൊപ്പമുണ്ടായിരുന്നു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. കീ OTT
32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വീണ്ടും വാർത്തകളിലേക്ക്. തളിക്കുളം ഇടശ്ശേരി സുനാമി ഉന്നതിയുടെ ശോചനീയാവസ്ഥയും താമസക്കാരുടെ ദുരിതങ്ങളും വിലയിരുത്താൻ നാട്ടിക MLA ഗീതാ ഗോപിയുടെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം സന്ദർശനം നടത്തി. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി, വൈസ് പ്രസിഡന്റ് CN നൌഷാദ് തുടങ്ങിയവരൊപ്പമുണ്ടായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്, ശുദ്ധജല ക്ഷാമം, വീടുകളുടെ ജീർണാവസ്ഥ തുടങ്ങിയ വിഷയങ്ങൾ സംഘം പരിശോധിച്ചു. ശക്തമായ കാറ്റിൽ നെന്മണിക്കര മടവാക്കരയിൽ മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പല്ലാവൂർക്കട രാമചന്ദ്രന്റെ ഓടിട്ട വീടിന് മുകളിലേക്കാണ് തേക്കുമരം വീണത്. വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. ആലപ്പാട് പോളിന്റെ പറമ്പിലെ തേക്കാണ് വീണത്. മരം വീണതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചു. അപകടത്തിൽ ഇവരുടെ മതിൽ തകർന്നു. വൈദ്യുതി കമ്പികൾ പൊട്ടി വീണതോടെ മേഖലയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. തേക്ക് മുറിച്ചുമാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കനത്ത മഴയിൽ പുത്തൻപീടിക അന്തിക്കാട് പൊതുമരാമത്ത് റോഡും റോഡരികിലെ വ്യാപാര കേന്ദ്രങ്ങളും വെള്ളത്തിലായി. പുത്തൻപീടിക സെന്റർ മുതൽ അന്തിക്കാട് സെന്റർ വരെയുള്ള കാനകൾ വൃത്തിയാക്കാത്തതും വെള്ളം ഒഴുകിപ്പോയിരുന്ന പല സ്ഥലങ്ങളും മണ്ണിട്ടുയർത്തി വീട് പണിതതും മൂലമാണ് രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു. മഴ പെയ്താൽ വെള്ളക്കെട്ടും റോഡിലെ കുഴിയും മൂലം ഈ റോഡിൽ കൂടി നടന്നു പോകാനും ഇരുചക്രവാഹനം ഓടിച്ചു പോകാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്ന് യാത്രക്കാർ പറഞ്ഞു. ഇരമ്പിയെത്തിയ മലവെള്ളപ്പാച്ചിലിനും കൊടുങ്കാറ്റിനും അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് തൊട്ടരികിലെ പാറക്കൂട്ടത്തിന് മുകളിൽ നിൽക്കുന്ന ചെറിയ കാവൽമാടത്തെ തകർക്കാനായില്ല. വർഷങ്ങളായി വിനോദസഞ്ചാരികൾക്ക് അത്ഭുതമാണ് ഈ കാവൽമാടം. അതിരപ്പള്ളിയിലെ വനസംരക്ഷണ സമിതി പ്രവർത്തകരുടെ കൗശലത്തിൽ നിന്നും രൂപം കൊണ്ടതാണ് ഈ കൊച്ചുകുടിൽ. വിനോദസഞ്ചാരികളെ നിയന്ത്രിക്കുന്നതിനിടെ വെയിലും മഴയും ഏൽക്കാതിരിക്കാൻ വനപാലകരുടെ അനുമതിയോടെ 25 വർഷം മുൻപാണ് ഷെഡ് നിർമ്മിക്കുന്നത്. വനസംരക്ഷണ സമിതി അംഗങ്ങളായ PK സഹജൻ, TP ഷാജു, CV രാജൻ, KM സുരേന്ദ്രൻ, പരേതനായ ശിവനുണ്ണി എന്നിവരാണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. നമ്മുടെ 2018 പ്രളയം വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഷെഡാണിത്. നമ്മുടെ ഇവിടുത്തെ ജോലിക്കാരുടെ കാവൽമാടം എന്നറിയപ്പെടുന്ന ഷെഡ്. 2002 ഇവിടെ VSS രൂപീകരിച്ചതിന് ശേഷം ഇവിടെ ജോലി ചെയ്യുന്ന നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടി ഇവിടെ ജോലിക്ക് വരുന്ന ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് ഒരു തണല് എന്നുള്ള രീതിയിൽ ആദ്യം ചെയ്തു. അത് കഴിഞ്ഞ് കാറ്റത്തും മഴയത്ത് അത് പോകാൻ തുടങ്ങിയപ്പോൾ അതേപോലെ തന്നെ വെള്ളം വരുന്ന ദിശ മാറി ഒഴുകാൻ പോകുന്ന ഏരിയയാണിത്. ഈ ഏരിയയിൽ കണക്കാക്കിയിട്ടാണ് ഈ ഷെഡ് ഇപ്പോൾ സ്ഥാപിച്ചേക്കുന്നത്. പാറയുടെ ഇടുക്കുകളിലേക്ക് ഓരോ മരത്തൂണുകളും ഇറക്കിയിട്ടാണ് ഈ ഷെഡ് പണിതേക്കുന്നത്. കൂറ്റൻ പാറക്കെട്ടുകൾക്ക് മുകളിൽ 4 കാലുകളിലായാണ് ഷെഡിന്റെ അടിത്തറ. ഈറ്റയോല കൊണ്ട് മുകൾ ഭാഗവും മേഞ്ഞു. ഷെഡിന്റെ കരുത്ത് ഇതിന്റെ സ്ഥാനം തെരഞ്ഞെടുത്തതിലാണ്. പാറക്കെട്ടുകളിൽ തട്ടി ദിശമാറി ഒഴുകുന്നതിനാൽ ജലത്തിന്റെ ആഘാതം നേരിട്ട് ഷെഡിൽ പതിക്കാറില്ല. അതാണ് വർഷങ്ങളായി എല്ലാ ദുരന്തങ്ങളെയും അതിജീവിച്ച് ഈ ചെറിയ കാവൽമാടം നിലകൊള്ളാൻ കാരണം. 2018 മഹാപ്രളയകാലത്തെ മലവെള്ളപ്പാച്ചിൽ ഷെഡിന് കേടുപാടുകൾ വരുത്തി. പിന്നീട് VSS പ്രവർത്തകർ ഇത് പൂർവ്വസ്ഥിതിയിലാക്കി. പതിനായിരങ്ങളുടെ ഉല്ലാസവേളകൾക്ക് മൂകസാക്ഷിയായി നിൽക്കുന്ന ഈ കാവൽമാടം ഇന്നും പലർക്കും അത്ഭുത സൃഷ്ടിയാണ്. TCV ന്യൂസ്, ചാലക്കുടി. മുഖ്യമന്ത്രി VD സതീശൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നേന്ത്രപ്പഴം കൊണ്ട് തുലാഭാരം നടത്തി. 69 കിലോ നേന്ത്രപ്പഴമാണ് ഇതിനായി വേണ്ടിവന്നത്. ഇതിനായി 3550 രൂപ ദേവസ്വത്തിൽ അടച്ചു. ദീപാരാധനയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി ദർശനം നടത്തിയത്. ഗുരുവായൂരപ്പനെ തൊഴുത് പ്രസാദം വാങ്ങിച്ച ശേഷം ഉപദേവന്മാരെയും കാര്യാലയ ഗണപതിയെയും തൊഴുതു. മുഖ്യമന്ത്രിയെ കണ്ടതോടെ ഭക്തർ ചുറ്റും കൂടി. ആരെയും നിരാശരാക്കാതെ എല്ലാവർക്കുമൊപ്പം ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. നിവേദനം സമർപ്പിക്കാനും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. തൃശൂർ റേഞ്ച് DIG T നാരായണൻ, ഗുരുവായൂർ ACP M സുരേന്ദ്രൻ, SHO വിനോദ് വലിയാട്ടൂർ എന്നിവരുടെ നേതൃത്വത്തിൽ സുരക്ഷയൊരുക്കി. തൃപ്രയാർ ബസ് സ്റ്റാൻഡിൽ കാനകളിൽ നിന്നെടുത്ത മാലിന്യം നിക്ഷേപിച്ചതിൽ പ്രതിഷേധവുമായി എത്തിയ CPI പ്രവർത്തകർ മാലിന്യവുമായി എത്തിയ വാഹനം തടഞ്ഞു. തൃപ്രയാർ സെൻട്രലിലെയും സമീപത്തെയും റോഡുകളിലെ കാനകളിൽ നിന്ന് എടുത്തുമാറ്റിയ മാലിന്യമാണ് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്നിട്ടിരുന്നത്. ബസ് ജീവനക്കാരുടെയും നാട്ടുകാരുടെയും പരാതിയെ തുടർന്ന് ഇവിടെ എത്തിയ പ്രവർത്തകർ മാലിന്യം നിക്ഷേപിക്കാനെത്തിയ വാഹനം തടയുകയായിരുന്നു. മാലിന്യം എത്രയും വേഗം എടുത്തു മാറ്റണമെന്ന് CPI നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മണി ആവശ്യപ്പെട്ടു.
കുട്ടികളിൽ കൃഷിയോടുള്ള താല്പര്യം വളർത്തുന്നതിനും കാർഷിക മേഖലയിലേക്ക് പുതുതലമുറയെ ആകർഷിക്കുന്നതിനുമായി കതിർ പദ്ധതിക്ക് തുടക്കം കുറിക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. പദ്ധതിക്കായി ഓരോ സ്കൂളിനും 10,000 രൂപ വീതം ധനസഹായം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. നവോത്ഥാൻ പദ്ധതിയുടെ ഭാഗമായി വലപ്പാട് തരിശുഭൂമിയിലെ കൃഷിയിറക്കൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വനിതകളെ കാർഷിക മേഖലയിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിനും അവരുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ഉറപ്പാക്കുന്നതിനുമായി 5 വർഷം നീണ്ടുനിൽക്കുന്ന കൃഷി സഖി പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു. വലപ്പാട് CP അഗ്രികൾച്ചറൽ ഫാമിൽ നടന്ന പരിപാടിയിൽ ഗീതാ ഗോപി MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നസീമുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളിക്കുളങ്ങര കുട്ടിപ്പൊക്കത്ത് പ്രവർത്തിക്കുന്ന പന്നി ഫാമിന് മറ്റത്തൂർ പഞ്ചായത്ത് അധികൃതർ സ്റ്റോപ്പ് മെമ്മോ നൽകി. പന്നി ഫാമിൽ നിന്നുള്ള മാലിന്യങ്ങൾ രാത്രികാലങ്ങളിൽ സമീപത്തെ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പന്നികളെ ഉടൻ മാറ്റിപ്പാർപ്പിക്കണമെന്നും തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കുന്ന പൈപ്പുകൾ പൊളിച്ചു മാറ്റണമെന്നും മെമ്മോയിൽ ആവശ്യപ്പെട്ടു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസ്സി ജോസ്, വൈസ് പ്രസിഡന്റ് MV മിനിമോൾ, പഞ്ചായത്ത് സെക്രട്ടറി ഗോകുൽ കൃഷ്ണ തുടങ്ങിയവർ ഫാമിലെത്തിയാണ് ഉടമയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. കുന്നംകുളം തുറക്കുളം മാർക്കറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നു. തുടർ നടപടികൾക്കായി പുതുക്കിയ പദ്ധതി രേഖ തയ്യാറാക്കാൻ നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചു. BOT വ്യവസ്ഥയിൽ നിർമ്മാണം ആരംഭിച്ച തുറക്കുളം മാർക്കറ്റ് ചില കോടതി വ്യവഹാരങ്ങളെ തുടർന്ന് പാതി വഴിയിൽ നിലച്ചുപോവുകയായിരുന്നു. പുതിയ സാഹചര്യത്തിൽ മാർക്കറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നതിന് തടസ്സങ്ങളില്ലെന്ന് നഗരസഭയ്ക്ക് നിയമോപദേശം ലഭിച്ചതോടെയാണ് പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചത്. 5.5 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. 2 മാസത്തിനകം DPR തയ്യാറാക്കും. തുടർന്ന് ടെൻഡർ വിളിച്ച് 8 മാസത്തിനുള്ളിൽ മാർക്കറ്റിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ കൗൺസിൽ യോഗത്തിൽ വ്യക്തമാക്കി. തലോരിലെ മരമില്ലിൽ പാർക്ക് ചെയ്തിരുന്ന കാർ മോഷ്ടിച്ച പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചാലക്കുടി മോതിരക്കണ്ണി കല്ലുമട വീട്ടിൽ രഞ്ജിത്താണ് അറസ്റ്റിലായത്. കുറ്റിച്ചിറ മാരാംകോട് കൊളരിക്കൽ വീട്ടിൽ ജിൻഡോയുടെ കാറാണ് പ്രതി മോഷ്ടിച്ചത്. തലോർ പോത്തോട്ടപ്പറമ്പിനടുത്തുള്ള മരമില്ലിൽ പാർക്ക് ചെയ്തിരുന്ന കാർ ജൂലൈ 29 രാത്രിയാണ് പ്രതി മോഷ്ടിച്ചത്. പുതുക്കാട് സ്റ്റേഷൻ SI CM മഹേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഉത്സവ വെടിക്കെട്ടുകൾ അപകടരഹിതമാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കുന്നംകുളം മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഉത്സവ നടത്തിപ്പുകൾക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ എത്തിക്കാൻ അനുമതി നൽകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സംഘടനയുടെ മേഖലാ സമ്മേളനം ഞായറാഴ്ച കുന്നംകുളം നഗരസഭാ ലൈബ്രറി ഹാളിൽ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പ്രസിഡന്റ് T സോമശേഖരൻ നായർ, വൈസ് പ്രസിഡന്റ് സുനീഷ് ഐനിപ്പുള്ളി, C പ്രവീൺകുമാർ, AJ ശങ്കരനാരായണൻ, AA ഉദയൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനനുസരിച്ചുള്ള ആധുനിക വിദ്യാഭ്യാസം സ്കൂൾ തലത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ പറഞ്ഞു. മതിലകം പുതിയകാവ് പാപ്പിനിവട്ടം AM UP സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ആധുനിക സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്നതിനുമായി ഡിജിറ്റൽ സ്ക്വയർ, എറൈസ് തുടങ്ങിയ പദ്ധതികൾ നടപ്പാക്കും. പഠനരംഗത്ത് നിലവിലുള്ള പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനായി താരാപഥം പദ്ധതിക്ക് തുടക്കം കുറിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ സുബൈർ കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. മുൻ MLA ET ടൈസൺ, സീഷോർ ഗ്രൂപ്പ് MD മുഹമ്മദ് അലി, സ്കൂൾ മാനേജർ MK സൈഫുദ്ദീൻ, വാർഡംഗം RM ജലീൽ, PTA പ്രസിഡന്റ് ഡോക്ടർ ഷാഗി സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലാമല കുത്താമ്പുള്ളിയിലെ ഗ്രാമീണ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് പരമ്പരാഗത കൈത്തറി. പതിറ്റാണ്ടുകൾക്ക് മുൻപ് കൊച്ചി രാജാവ് തങ്ങളുടെ ആവശ്യത്തിനുള്ള തുണികൾ നെയ്തുണ്ടാക്കാനായി ഇതര സംസ്ഥാനത്തു നിന്ന് കൊണ്ടുവന്ന ദേവാംഗ സമുദായക്കാരാണ് ഇപ്പോഴും അതേ കൂലിത്തൊഴിലുമായി കൂത്താമ്പള്ളിയിലുള്ളത്. ഫാഷൻ ട്രെൻഡുകൾ മാറി മറിയുമ്പോഴും വിശ്വാസ്യതയുടെ ഇഴയെടുപ്പത്തിൽ ഊടും പാവും ചേർത്ത് കരവിരുതിൽ നെയ്തെടുത്ത കസവുകളിൽ തിളങ്ങി നിൽക്കുകയാണ് കൂത്താമ്പുള്ളി. ഓണത്തിനും വിഷുവിനുമെല്ലാം മലയാളിക്ക് കൂത്താമ്പുള്ളി നെയ്ത്ത് വസ്ത്രങ്ങൾ നിർബന്ധമാണ്. ഓണം അടുത്തെത്തിയതോടെ കൂത്താമ്പുള്ളിയിൽ തിരക്കേറി വരികയാണ്. പല കടകളിലേക്കും കയറാൻ പോലും പറ്റാത്തത്ര തിരക്കാണ് അനുഭവപ്പെടുന്നത്. സെറ്റ് സാരി, സെറ്റ് മുണ്ട്, ഡബിൾ മുണ്ട്, ചുരിദാർ തുടങ്ങിയവ പലതരത്തിലുള്ള ഡിസൈനുകളിൽ ലഭ്യമാണ്. മയിൽപീലി മുതൽ ഓരോ വിശേഷങ്ങളുടെയും ആവശ്യത്തിനനുസരിച്ചും പുതിയ ട്രെൻഡിനനുസരിച്ചും പ്രിന്റ് ചെയ്തും ലഭ്യമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയാണ് ഓരോരുത്തരും ഇപ്പോൾ ബിസിനസ് വിപുലപ്പെടുത്തുന്നത്. സിനിമ, സീരിയൽ മേഖലയിൽ നിന്നുള്ള പ്രശസ്തരടക്കം തുണിയെടുക്കാനായി കൂത്താമ്പുള്ളിയിലേക്കാണ് വരുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമല്ല, വിദേശത്തേക്ക് വരെ ഇവിടെ നിന്ന് ഓൺലൈനായി തുണിത്തരങ്ങൾ ലഭ്യമാണ്. കൂടാതെ തിരുവില്ലാമല പഞ്ചായത്തിന്റെ സമീപ പഞ്ചായത്തുകളായ പഴയന്നൂർ, ചേലക്കര, പെരിങ്ങോട്ടുകുരിശി, ലക്കിടി, ഒറ്റപ്പാലം തുടങ്ങി നിരവധി പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് വീട്ടമ്മമാർക്ക് ജോലിയും നൽകാൻ ഈ കൊച്ചു ഗ്രാമത്തിന് കഴിയുന്നു. ചെറിയ കുട്ടികളുള്ള, ജോലിക്ക് പോകാൻ കഴിയാത്ത നൂറുകണക്കിന് വീട്ടമ്മമാരാണ് വീട്ടിലിരുന്ന് ഓൺലൈനായും ജീവിതമാർഗം കണ്ടെത്തുന്നത്.
ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ അത്താണിയായി മാറുകയാണ് കൂത്താമ്പള്ളി എന്ന കൊച്ചു ഗ്രാമം. TCV തിരുവല്ലാമല. ഓണക്കാലത്ത് ഓട്ടുപാറ വടക്കാഞ്ചേരി അത്താണി മേഖലയിലെ ഗതാഗത തിരക്ക് ഒഴിവാക്കുന്നതിനു വേണ്ടി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദന്റെ അധ്യക്ഷതയിൽ ട്രാഫിക് റെഗുലേറ്ററി യോഗം ചേർന്നു. ഈ മാസം 15 മുതൽ 31 വരെ ഗതാഗത ക്രമീകരണം താൽക്കാലികമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ബസ്സുകൾ അംഗീകൃത ബസ് സ്റ്റോപ്പുകളിൽ റോഡരികിൽ നിന്ന് ഇറക്കി യാത്രക്കാരെ കയറ്റുകയും ചെയ്യണമെന്ന് യോഗം നിർദ്ദേശം നൽകി. നഗരസഭ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ OR ഷീലാമോഹനൻ, KP മദനൻ, സ്വപ്ന ശശി, PG സനീഷ്, ധന്യ നിതിൻ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് അസ്വാഭാവിക സാഹചര്യത്തിൽ മർദ്ദനമേറ്റ കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലർ KK ഹാഷിഖ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ലോചനൻ അമ്പാട്ട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് TS അംജിത് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ മമ്മിയൂരിൽ ആൾതാമസമില്ലാത്ത വീട് കുത്തിത്തുറന്ന് മോഷണം. മമ്മിയൂർ നവ്യനഗറിൽ വരലക്ഷ്മി ദുർഗപ്രസാദിന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. വീട് വൃത്തിയാക്കാനെത്തിയ ജോലിക്കാരിയാണ് മോഷണശ്രമം അറിഞ്ഞത്. പുറകിലെ ഗ്രിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അകത്തുകയറി നോക്കിയപ്പോഴാണ് സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിൽ കണ്ടത്. വീട്ടുകാരുടെ പരാതി പ്രകാരം ടെമ്പിൾ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുന്നതിനായി BJP പ്രവർത്തകർ ശയന പ്രദക്ഷിണം നടത്തി. മഞ്ജുളാലിന് മുന്നിൽ നിന്ന് നഗരസഭാ ഓഫീസിലേക്കായിരുന്നു ശയന പ്രദക്ഷിണം. മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, ജനറൽ സെക്രട്ടറി സുജയൻ മാമ്പുള്ളി, വൈസ് പ്രസിഡന്റുമാരായ മനീഷ് കുളങ്ങര, KC രാജു തുടങ്ങിയവരാണ് ശയന പ്രദക്ഷിണം നടത്തിയത്. നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ പൊതുയോഗം BJP തൃശൂർ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ തറയിൽ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ഏരിയ ജനറൽ സെക്രട്ടറി ദിലീപ് ഘോഷ് അധ്യക്ഷത വഹിച്ചു. പൂക്കോട് ഏരിയ പ്രസിഡന്റ് ജിതീഷ് കാവീട്, ജനറൽ സെക്രട്ടറി ജിതിൻ മരക്കാത്ത്, പ്രസന്നൻ വലിയപറമ്പിൽ, ജിഷാദ് ശിവൻ, ജിതീഷ് കാവീട്, സൂരജ് താമരയൂർ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ സംവിധാനം മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ടു പോകുന്നത് സ്ത്രീകൾക്ക് സാമ്പത്തിക അച്ചടക്കം കൂടുതലുള്ളതിനാലാണെന്ന് മന്ത്രി OJ ജനീഷ് പറഞ്ഞു. കുടുംബശ്രീ ജില്ലാ മിഷൻ സംഘടിപ്പിച്ച ജീവനം ക്യാമ്പയിൻ, സമ്പൂർണ്ണ ISO പ്രഖ്യാപനം എന്നിവയുടെ ജില്ലാതല ഉദ്ഘാടനം മാളയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ വെറുതെയാകില്ലെന്ന തിരിച്ചറിവുള്ളതിനാലാണ് KSRTC ബസ്സുകളിൽ സർക്കാർ സൗജന്യ യാത്ര അനുവദിച്ചത്. യാത്രാ നിരക്കിനത്തിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്ന അധിക വരുമാനം കുടുംബത്തിന് പ്രയോജനപ്പെടുമെന്നും OJ ജനീഷ് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് അധ്യക്ഷനായി. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PK രാധാകൃഷ്ണൻ, ഔസേപ്പച്ചൻ ജോസ്, സിൽവി സേവ്യർ, ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ, കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ അഭിജിത് K ദീപക് തുടങ്ങിയവർ സംസാരിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. ചാവക്കാട് കുത്തേറ്റ് മരിച്ച കോൺഗ്രസ് നേതാവ് AC ഹനീഫയുടെ രക്തസാക്ഷി ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നു. DCC ജനറൽ സെക്രട്ടറി CA ഗോപപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് ശിഹാബ് മണത്തല അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ PV ബദറുദ്ദീൻ, MS ശിവദാസ്, P ലോഹിദാസൻ, ആസിഫ് പാലയൂർ, പ്രദീപ് ആലിപ്പരി, സൈസൻ മറോക്കി, ഷാഹിബ സുബൈർ, തിരുവത്തറ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷാഹിന സുബൈർ, ഷൈല നാസർ, പ്രമോദ് പുന്ന എന്നിവർ സംസാരിച്ചു. കുണ്ടോൾക്കടവ് പുള്ളു റോഡ് ടാറിംഗ് പൂർത്തിയാക്കാത്തതിലും പുള്ള് മനക്കുടി റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കാത്തതിലും പ്രതിഷേധവുമായി BJP.
ചാഴൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുള്ള് സെന്ററിൽ നിന്നും താമരപ്പാടത്തേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം BJP ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് ശ്രീരാജ് ഉദ്ഘാടനം ചെയ്തു. BJP ചാഴൂർ ഏരിയ പ്രസിഡന്റ് സജീവൻ ഞാറ്റുവെട്ടി അധ്യക്ഷത വഹിച്ചു. കർഷക മോർച്ച ചേർപ്പ് മണ്ഡലം സെക്രട്ടറി സുബ്രഹ്മണ്യൻ കൊക്കർണിക്കൽ, BJP ചാഴൂർ ഏരിയ ജനറൽ സെക്രട്ടറി ഡിൻഡോ കൊള്ളന്നൂർ, അജീഷ് കളരിക്കൽ, ഗിരീഷ് ചെത്തിക്കാട്ടിൽ, അജയ്കുമാർ തച്ചിലേത്ത്, ബൈജു കുന്നത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. രാപ്പാൾ പള്ളത്ത് ഇക്കോ ടൂറിസം പദ്ധതിയുടെ മറവിൽ ഏക്കർ കണക്കിന് സ്ഥലത്ത് സ്വകാര്യ വ്യക്തി തെർമോകോൾ മാലിന്യം തള്ളിയത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് CPM പ്രതിഷേധം. പറപ്പൂക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം EK അനൂപ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ഷാജു കോമ്പാറക്കാരൻ, ബീന സുരേന്ദ്രൻ, KV രാജൻ എന്നിവർ സംസാരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ വടക്കേടത്ത് ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ തകർച്ചയിൽ. ശ്രീകോവിലിന്റെ മേൽക്കൂരയിൽ നിന്നുള്ള ഓടുകൾ കഴിഞ്ഞ ദിവസം താഴെ വീണു. മേൽക്കൂരയിലെ മരങ്ങൾക്കും കേടുപാട് സംഭവിച്ചു. 25 വർഷം മുൻപാണ് മേൽക്കൂരയുടെ ഓടിളകി അറ്റകുറ്റപ്പണികൾ നടത്തിയത്. നിലവിലെ അവസ്ഥ മന്ത്രി OJ ജനീഷിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PP ചന്ദ്രൻ പറഞ്ഞു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം സഹകരണ സംഘങ്ങളിൽ നിന്ന് എടുത്തുമാറ്റി ദേശസാൽകൃത ബാങ്കുകളുടെ മാത്രം നടത്താനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സഹകരണ താൽക്കാലിക കരാർ തൊഴിലാളി യൂണിയൻ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മണ്ണുത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ സ്ക്വയറിൽ യൂണിയൻ ജില്ലാ ട്രഷറർ അജീഷ് തോമസ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് മിനി സുരേഷ് അധ്യക്ഷയായി. T മനോജ്, അഖില തുടങ്ങിയവർ സംസാരിച്ചു. അതിജീവിതയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും സ്വകാര്യ ചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി 10 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്ത കേസിലെ പിടികിട്ടാപ്പുള്ളിയെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. വരന്തരപ്പള്ളി തെക്കുമുറി മാമ്പുള്ളി വീട്ടിൽ അനൂപാണ് അറസ്റ്റിലായത്. 2022 രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് ജാമ്യത്തിലിറങ്ങി കോടതിയിൽ ഹാജരാകാതെ ഒളിവിൽ പോവുകയായിരുന്നു. വരന്തരപ്പള്ളി SI KL പോൾസൺ, SIമാരായ ജോസഫ് തോമസ്, സുനിൽകുമാർ, വിനോദ് തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. സംസ്ഥാന ഇന്റർ ക്ലബ്ബ് അത്ലറ്റിക് മീറ്റിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി തൃശൂരിന്റെ അശ്വതി മനോജ്. കൊല്ലത്ത് നടന്ന മീറ്റിൽ ലോങ് ജമ്പിലാണ് അശ്വതി സുവർണ്ണ നേട്ടം കൈവരിച്ചത്. മിന്നും പ്രകടനത്തോടെ സെപ്റ്റംബർ 1 മുതൽ 3 വരെ പഞ്ചാബിൽ നടക്കുന്ന യൂത്ത് നാഷണൽ മീറ്റിൽ പങ്കെടുക്കാനും അശ്വതി യോഗ്യത നേടി. നാട്ടികയിൽ താമസിക്കുന്ന മനോജ് രശ്മി ദമ്പതികളുടെ മകളാണ് അശ്വതി. സ്കൂൾ കായികമേളയിൽ ജില്ലയ്ക്ക് മിന്നും പ്രകടനം നടത്തിയിട്ടുള്ള താരമാണ് അശ്വതി. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ടെക്നോളജി ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ കൊടകര ചെറുവത്തൂർ സ്വദേശിനി അഖിലയെ CPMന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉപഹാരം നൽകി. ഏരിയ കമ്മിറ്റി അംഗം PR പ്രസാദൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KD അപ്പച്ചൻ, KG രജീഷ്, സുരേഷ് കല്ലിങ്ങപ്പുറം തുടങ്ങിയവർ സന്നിഹിതരായി. കൊടകര ചെറുവത്തൂർ നെല്ലാട്ട് ശശികുമാറിന്റെയും രജനിയുടെയും മകളാണ് അഖില. വരവൂർ പിലാക്കാട്ടിൽ അപൂർവ ഇനത്തിൽപ്പെട്ട എർത്ത് സ്റ്റാർ കൂണുകൾ കണ്ടെത്തി. പൂവിന്റെ ആകൃതിയിൽ ഇതളുകൾ വിടർത്തി നിൽക്കുന്ന ഈ അപൂർവ കാഴ്ച പ്രദേശവാസികളുടെയും പ്രകൃതി സ്നേഹികളുടെയും ശ്രദ്ധ ആകർഷിക്കുകയാണ്. ഫോട്ടോഗ്രാഫർ ഉണ്ണിക്കുട്ടൻ പിലാക്കാടാണ് ഇത് കണ്ടെത്തിയത്. സാധാരണയായി വനപ്രദേശങ്ങളിലും ജൈവാംശവും ഈർപ്പവും കൂടുതലുള്ള മണ്ണിലും മാത്രമാണ് ഇത്തരം കൂണുകൾ അപൂർവമായി കണ്ടുവരുന്നത്. ആദ്യം മണ്ണിൽ നിന്ന് ചെറിയ പന്തിന്റെ രൂപത്തിൽ പുറത്തുവരുന്ന ഇവ പിന്നീട് നക്ഷത്രത്തിന്റെ ആകൃതിയിൽ വിടരും. രക്താർബുദം ബാധിച്ച് ആശുപത്രിയിൽ കഴിയുന്ന വിദ്യാർത്ഥിനി ചികിത്സാ സഹായം തേടുന്നു. ചാലക്കുടി പോട്ട സ്വദേശിനി മാമ്പിള്ളി വീട്ടിൽ വർഗീസിന്റെ മകൾ 16 വയസ്സുള്ള റിൻഡുവാണ് സഹായം തേടുന്നത്. രക്താർബുദം ബാധിച്ച് കോഴിക്കോട് MVR ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചികിത്സയിലുള്ള റിൻഡുവിന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ചികിത്സയ്ക്ക് 50 ലക്ഷം രൂപയോളം ചിലവ് വരും. ഓട്ടോ ഡ്രൈവറായ അച്ഛൻ വർഗീസ് സ്വന്തം ഓട്ടോ വിറ്റും പരസഹായത്താലുമാണ് കഴിഞ്ഞ 3 വർഷമായി മകളുടെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയത്. 28 ദിവസത്തെ കീമോതെറാപ്പിക്ക് ശേഷം മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യേണ്ടതുണ്ട്. ഉദാരമതികളുടെ സഹായമുണ്ടായാൽ മാത്രമേ ഇത്രയും വലിയ തുക സമാഹരിക്കാൻ കഴിയൂ. ഇതിനായി സനീഷ് കുമാർ ജോസഫ് MLA രക്ഷാധികാരിയും തോമസ് മേലേപ്പുറം ചെയർമാനും നഗരസഭാംഗം വിൽസൺ ചമ്പക്കര, പോൾസൺ മേലേപ്പുറം തുടങ്ങിയവർ അംഗങ്ങളുമായുള്ള ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിലെ 1701000085 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV
ചാലക്കുടി. ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച CH എക്സലന്റ് അവാർഡ് ദാന ചടങ്ങ് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നന്മകളെ ഉൾക്കൊള്ളാനും തിന്മകളെ തടഞ്ഞു നിർത്താനും സാധിക്കുന്ന രീതിയിൽ വിദ്യാർത്ഥി സമൂഹം ഉയർന്നു വരണമെന്ന് അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് അധ്യക്ഷത വഹിച്ചു. RV അബ്ദുൾ റഹീം, VM മുഹമ്മദ് ഗസാലി, PV ഉമ്മർ കുഞ്ഞി, PK ബഷീർ, AH സൈനുൽ ആബിദീൻ, KK ഹംസക്കുട്ടി, ജലീൽ വലിയകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. കേരളത്തിലെ പ്രമുഖ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ സ്വർണ്ണാഭരണ നിർമ്മാതാക്കളായ തൃശൂർ TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വാർഷികത്തോടനുബന്ധിച്ച് മറ്റാർക്കും നൽകാനാകാത്ത ആകർഷകങ്ങളായ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. തൃശൂർ പള്ളിക്കുളം റോഡിലുള്ള TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ചിങ്ങം 1 വൺ ഡേ ബിഗ് ഓഫർ ഒരുക്കിയിരിക്കുന്നു. ഗ്രാമിന് 99 രൂപ മാത്രം നൽകി അന്നേ ദിവസത്തേക്ക് ഉപഭോക്താക്കൾക്ക് സ്വർണം ബുക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ ചിങ്ങം 1 ഷോറൂമിൽ വന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് നറുക്കെടുപ്പിലൂടെ ഡയമണ്ട് നെക്ലേസ്, ഡയമണ്ട് മോതിരം, ഡയമണ്ട് മൂക്കുത്തി എന്നിവ കരസ്ഥമാക്കാം. അതോടൊപ്പം ഡയമണ്ട്സ്, പ്രീഷ്യസ് സ്റ്റോൺസ്, 18 ക്യാരറ്റ് എന്നീ ആഭരണങ്ങൾ 2 ലക്ഷത്തിന് മുകളിലും സ്വർണ്ണാഭരണങ്ങൾ 2 പവന് മുകളിലും വാങ്ങുമ്പോൾ ഒരു സ്വർണ്ണ നാണയം സമ്മാനമായി ലഭിക്കുന്നതാണ്. വിവാഹ പാർട്ടികൾക്ക് അന്നേ ദിവസം സ്പെഷ്യൽ ഓഫറുകൾ ഉണ്ടായിരിക്കും. 3 പവനിൽ തുടങ്ങുന്ന വെഡ്ഡിംഗ് സെറ്റുകൾ, 1.5 പവനിൽ തുടങ്ങുന്ന ബേബി സെറ്റുകൾ എന്നിവയെല്ലാം TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ലഭ്യമാണ്. പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ 916 HUID സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കാനുള്ള സുവർണാവസരവും ഒരുക്കിയിട്ടുണ്ട്. ധ്രുവ കളക്ഷൻ, ബൊട്ടിക് ജ്വല്ലറി, 18 ക്യാരറ്റ്, സിയോണ ഡയമണ്ട്സ് എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെ കാലമായി കേരളത്തിലെ പ്രമുഖ ജ്വല്ലറികൾക്ക് സ്വർണ്ണാഭരണങ്ങൾ നൽകി വരുന്ന സ്ഥാപനമാണ് TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,740 രൂപ, പവന് 1,09,920 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കുതിരാൻ ഇരട്ടത്തുരങ്കമുഖത്ത് മണ്ണിടിച്ച് നിരീക്ഷണം തുടരുന്നതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി OJ ജനീഷ്. നിർധന കുടുംബത്തെ ഉജ്ജീവൻ മൈക്രോ ഫിനാൻസ് ഉദ്യോഗസ്ഥർ പോലീസുമായെത്തി രാത്രി തെരുവിലേക്ക് ഇറക്കി വിട്ടതായി പരാതി. മുണ്ടത്തിക്കോട് ഗാന്ധിനഗർ സ്വദേശി കുന്നത്തുള്ളി ദാസിനെയും കുടുംബത്തെയുമാണ് മഴയത്ത് തെരുവിലേക്ക് ഇറക്കിവിട്ടത്. കളക്ടറോട് റിപ്പോർട്ട് തേടി മന്ത്രി OJ ജനീഷ്. വേലൂർ വില്ലേജ് ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്കെത്തുന്നവരെ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കുന്നതായി പരാതി. രേഖകൾ ലഭിക്കുന്നതിനായി മാസങ്ങളോളം വില്ലേജ് ഓഫീസ് കയറിയിറങ്ങേണ്ട ഗതികേടിൽ ഗുണഭോക്താക്കൾ. കുന്നംകുളം ചെറുവത്തൂരിൽ ബസ്സിടിച്ച് 2 പേർ മരിച്ച സംഭവത്തിൽ ഡ്രൈവർ സ്റ്റേഷനിൽ കീഴടങ്ങി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ പ്രദേശവാസികളെയും യാത്രക്കാരെയും ആശങ്കയിലാഴ്ത്തുന്നു. വാടാനപ്പള്ളി, പൊക്കഞ്ചേരി പ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷം. ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ചു. തളിക്കുളം, ഇടശ്ശേരി സുനാമി ഉന്നതിയും കളക്ടർ സന്ദർശിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.